പിന്നീട് മടക്കയാത്ര. ഞങ്ങൾ അടുത്ത മഞ്ഞുവീഴ്ച ആരംഭിക്കുന്നതിന് മുൻപായി ബസ്സിൽ കയറി. അടുത്ത സ്ഥലമായ മൗസ്മൈ ഗുഹയിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയ കുന്നിൽ നിന്ന് മണ്ണ് കുഴിച്ച് ചുണ്ണാമ്പുകല്ല്, മെറ്റലിനു പകരമുള്ള ഉരുളൻ കല്ല്, കൽക്കരി മുതലായവ കുഴിച്ചെടുക്കുന്നത് കണ്ടു. മൗസ്മൈ ഗുഹ പ്രകൃതിയിലെ ഒരത്ഭുത പ്രതിഭാസം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ ഗുഹ. ഇതുപോലത്തെ 3 ഗുഹ ഇവിടെ ഉണ്ടത്രേ. ഇതിൽ 150 മീറ്റർ ദൈർഘ്യമുള്ള ഗുഹയിൽ കൂടി ഞങ്ങൾ എല്ലാവരും തന്നെ കയറിയിറങ്ങി. വാക്കുകളാൽ വിവരിക്കാവുന്നതിനും അപ്പുറമാണ് ഇതിന്റെ ഉദ്ഘടന. ഇതിലൂടെ സഞ്ചരിക്കുന്നതിനായി വൈദ്യുതി ബൾബുകൾ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു ഗുഹയിൽ കൂടി യാത്ര ചെയ്താൽ ബംഗ്ലാദേശിൽ എത്തുമെന്ന് പറയപ്പെടുന്നു. മൗസ്മൈ ഗുഹ കണ്ട ശേഷം ഞങ്ങൾ മലയിറങ്ങി. പിന്നീട് താങ്ഖരാങ് പാർക്കിനെ പറ്റി മർക്കോസ് പറഞ്ഞു തന്നു. Before eating, that is the story. Then here we have a good view of Bangladesh, but if it is not clear, you will not be seen anything. So if you go inside, you have to pay 5 rupees per head, then 10 rupees for the camera. മഞ്ഞു മൂടിയ പ്രദേശമായിരുന്നതിനാൽ അധികമൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. താഴെ അഗാധമായ താഴ്വാരം കഴിഞ്ഞാൽ ബംഗ്ലാദേശ് പ്രദേശമാണ്. നനുത്ത മഞ്ഞുമലയിലൂടെ ഏതാനും സെക്കൻഡ് നേരം ഞങ്ങൾക്ക് മനോഹരമായ ആ ദൃശ്യം കാണുവാനായി. നിരവധി കൽക്കരിപ്പാടങ്ങൾ പിന്നിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലമായ കൊഹ്റം ഹാഗ് എന്ന പാറയും അതിനോടനുബന്ധിച്ചുള്ള വെള്ളച്ചാട്ടവും കണ്ടു. ചെങ്കുത്തായ വലിയ പാറയും അതിനു മുകളിൽ ഒരു ഉരുളൻ പാറയും. ഇതിനെപ്പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണത്രേ. ഒരു കള്ളൻ എന്നും ചന്തയിൽ നിന്നും കുട്ട നിറയെ സാധനങ്ങൾ മോഷ്ടിക്കുമായിരുന്നു. ഒരിക്കൽ പിടിക്കപ്പെട്ടപ്പോൾ കുട്ട താഴെ വെച്ച് പിന്നീട് അതെടുക്കുവാൻ പറ്റാതായി അത് പാറയായി മാറി എന്നും പറയുന്നു. എന്നാൽ 150 വർഷങ്ങൾക്ക് മുൻപ് 4 കിലോമീറ്റർ ദൂരത്തിൽ പ്രകൃതി ദുരന്തമുണ്ടായി ഇടിഞ്ഞു താണതാണ് എന്ന് പറയപ്പെടുന്നു. ശാസ്ത്രീയമായി വിശ്വാസ്യയോഗ്യത ഇതിനാണെന്നത് സംശയമില്ല. പിന്നീട് ഞങ്ങൾ ലോവർ ചിറാപുഞ്ചിയിലെ ഷേര എന്ന സ്ഥലത്ത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് യാത്ര തുടർന്നു. ഇതിനിടയിൽ അവിടെയുള്ള സഹകരണ സംഘം സെക്രട്ടറിയുമായി ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ സംസാരിക്കുകയും സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മേഘാലയ
എയർഫോഴ്സിന്റെ കമാൻഡ് ഏരിയയ്ക്കുള്ളിലെ സണ്ണി പോയിന്റിൽ നിന്നും ഷില്ലോങ് നഗരത്തിന്റെ വിദൂര കാഴ്ച കണ്ട് ഞങ്ങൾ ജോബി അച്ഛന്റെ സെമിനാരിയിൽ എത്തി. അവിടെ ജോബി അച്ഛൻ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പഴക്കം ചെന്ന ഒരു സെമിനാരിയാണ്. എന്നാൽ കെട്ടിടങ്ങളെല്ലാം പുതുതായി നിർമ്മിച്ചതാണ്. എയർഫോഴ്സിന്റെ റഡാർ കേന്ദ്രത്തിനു താഴെ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് അതിന്റെ നിർമ്മാണം. അവിടെ നിന്നാൽ ദൂരെ ഷില്ലോങ് നഗരത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ഡോൺ ബോസ്കോയുടെ ഒരു സ്റ്റാച്യു ഇവിടുത്തെ പ്രത്യേകതയാണ്. കൂടാതെ ഡോൺ ബോസ്കോയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ചെന്നായ്ക്കളുടെ ഇടയിൽ നിന്നും ആട്ടിൻകുട്ടികളെ എന്ന പോലെ യേശുവിന്റെ മധ്യസ്ഥതയിൽ മോചിപ്പിക്കുന്ന ഒരു സ്വപ്നരംഗം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ നവോത്ഥാനത്തിനായി ഡോൺ ബോസ്കോ വൈദികർ ഈ ഗോത്രവർഗ സംസ്ഥാനത്ത് എത്തിയത് എന്ന് അവിടെയുള്ള വയോധികനായ ഒരു പുരോഹിതൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. കൂടാതെ അവർ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ പ്ലം എന്ന ചുവന്നു തുടർന്ന പഴവും പലഹാരങ്ങൾ കൂടി ഞങ്ങൾക്ക് തന്നു. ഒപ്പം ചായ. തുടർന്ന് ബിഷപ്പ് ഹൗസ് സന്ദർശിച്ചു. അതിമനോഹരവും വർഷങ്ങൾ പഴക്കമുള്ളതുമാണ് ഈ പള്ളി. അവിടെയുള്ള മാതാവിന്റെ നാമത്തിലുള്ള പള്ളി പണിതത് 1935 ആദിവാസി വർഗത്തിൽപ്പെട്ട കുറെ ആളുകളോട് ഒരു സ്ത്രീ വന്ന് ഇവിടെ ഒരു ദേവാലയം വേണമെന്ന് പറഞ്ഞുവെന്നു. പിറ്റേ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ മാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും രൂപം കണ്ട് ഈ സ്ത്രീയും കുഞ്ഞുമാണ് ഞങ്ങളോട് കഴിഞ്ഞ ദിവസം ദേവാലയം പണിയണം എന്ന് പറഞ്ഞത് എന്ന് സൂചിപ്പിച്ചു. അപ്പോഴാണ് മാതാവ് തന്നെയാണ് അവരോട് പറഞ്ഞത് എന്ന് വൈദികർക്ക് മനസ്സിലായത്. തുടർന്നാണ് ഈ മനോഹര ദേവാലയം പണിതത്. ടെക്നിക്കൽ സ്കൂളും സെന്റ് ആന്റണീസ് ആർട്സ് കോളേജും അവിടെയുണ്ട്. +2 മുതൽ PhD വരെ പഠിപ്പിക്കുന്ന സെന്റ് ആന്റണീസ് ആർട്സ് കോളേജ് ഞങ്ങൾ കണ്ടു. കൂടാതെ അതിവിപുലമായ കമ്പ്യൂട്ടർ സയൻസ് ലാബും ലൈബ്രറിയും ഉണ്ട്. കമ്പ്യൂട്ടർ